ഒരു സിവിൽ സർവീസ് അക്കാദമി ഉണ്ടാകണമെന്ന് തീരുമാനിച്ച അന്നും മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ ദൂരക്കാഴ്ചയുടെ പേരിൽ വിനയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. 2005 ഇത് ആരംഭിക്കുകയും 2006 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാൽ പുറത്താക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇതിന്റെ ചുമതലയിലേക്ക് വന്ന് എതിരാളികൾ തുടങ്ങിയതാണെങ്കിലും കാര്യം നല്ലതായതുകൊണ്ട് ഇത് കൂടുതൽ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്ന് നിശ്ചയിച്ച് 5 വർഷം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതി പരിപാലിച്ച ശ്രീ M.A. ബേബിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ വർഷവും കൂടുതൽ കുട്ടികൾ സിവിൽ സർവീസിലേക്ക് വരാൻ ഇതൊരു കാരണമായി എന്ന് മാത്രമല്ല, സിവിൽ സർവീസ് മലയാളിക്ക് അപ്രാപ്യമല്ല എന്ന് തെളിയിക്കുക എന്നുള്ളത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട ഒരു സിവിൽ സർവീസ് പഠന കേന്ദ്രമായി വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിമാനം. ഞങ്ങളിത് തുടങ്ങുന്ന കാലത്ത് പേരിന് ചില ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ ഗൗരവമായി ഈ കാര്യം മറ്റാരും ചെയ്തിരുന്നു എന്ന് തോന്നുന്നില്ല. എന്നാൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള കുട്ടികൾ നെറ്റ് വഴി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഫോൺ ചെയ്യുകയും കേരളത്തിന് പുറത്തു നിന്നുള്ള കുട്ടികൾ ചുരുക്കമായെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യം. ഇതിന് സമാനമായ ഒരുപാട് അക്കാഡമികൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യം. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്, ഇമിറ്റേഷൻ ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് അഡ്മിറേഷൻ എന്നാണ് പറയുന്നത്. നമ്മെ അനുകരിക്കുന്നതാണ് നമ്മെ ആരാധിക്കുന്നതിൻ്റെയും നമ്മെ ബഹുമാനിക്കുന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവ്. ഇപ്പോൾ ഏതാണ്ട് നഗരത്തിൽ തന്നെ 6 or 7 ആയി അക്കാഡമികൾ വരട്ടെ. കൂടുതൽ അക്കാഡമികളല്ല ഈ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്. അവരുടെ പ്രോത്സാഹനമുണ്ടെന്നുള്ളത് ശരിയാണ്. ഞാൻ എല്ലാ വർഷവും പറയാറുള്ളതാണ്, ഈ പരീക്ഷയിൽ ജയിച്ച കുട്ടികളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ ഷൈൻ ചെയ്യുന്ന ഒരു സായാഹ്നമാണിത്. കുട്ടികളുടേതാണ് നേട്ടം, ഞങ്ങൾ ഷൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരില്ലെങ്കിൽ ഈ പരിപാടിക്ക് തന്നെ അർത്ഥമില്ല. ഇന്നലെ ദിവ്യ എന്നെ കാണാൻ വന്നിരുന്നു. ആ കുട്ടി ഇപ്പോൾ കസ്റ്റംസ് ഓഫീസർ ആയതുകൊണ്ട് അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വേണം മുസൂറിയിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നിന്ന് IAS കിട്ടി പോകുന്നവരും ദിവ്യയെ കാണാൻ പോകുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം അതുവരെ ദിവ്യ കസ്റ്റംസിലായിരിക്കും. എന്തൊരു തീക്ഷ്ണമായ പരിശ്രമത്തിന്റെ തുടർച്ചയാണത്. പഴയ കാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി എന്നോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ കാലത്ത് എത്രയായിരുന്നു പ്രായപരിധി? ഞങ്ങളുടെ കാലത്ത് 24 വയസ്സിന് മുമ്പ് അകത്ത് കയറണം. ഞാൻ 23 വയസ്സിൽ സബ് കളക്ടറായി, 29 വയസ്സിൽ കളക്ടറായി. 29 വയസ്സിൽ കളക്ടറാവാനുള്ള വിവരം ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോഴാണ് അറിയാവുന്നത്. അന്നെല്ലാം അറിയാമെന്നാണ് വിചാരിച്ചത്. അന്നെല്ലാം അറിയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ശ്രീമാൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും PJ ജോസഫും MLA-മാരായി തുടങ്ങിയതും ഞാൻ കളക്ടറായിരുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു കൊണ്ട് ഞങ്ങൾ അന്ന് ഈ കൊച്ചു MLA-മാരുടെ പ്രസംഗങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളുമൊക്കെ സൗകര്യമായിട്ട് ചർച്ച ചെയ്ത കാര്യമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഷാഫിയെയും വിഷ്ണുനാഥിനെയും ഒക്കെ പോലെ ഒരു കാലത്ത് ഉമ്മൻചാണ്ടിക്കും ചെറുപ്പമായിരുന്നു. അദ്ദേഹം ജനിച്ചപ്പോഴേ ഇത്രയും പ്രായമില്ല, ജനിച്ചപ്പോഴേ ഇങ്ങനെയല്ല എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു പ്രാഗൽഭ്യമാണ് വിദ്യാർത്ഥികൾ. എന്നാൽ ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി വളരെ ദുഃഖിതനാണ്. ഈ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നത് അറിഞ്ഞിട്ട് ഇനി മലയാളികൾ ആരും ഇതിലേക്ക് വരരുത് എന്ന് ആർക്കോ വാശിയുള്ളതുപോലെ ഭരത് ഭൂഷണെ പിടിച്ചിരിക്കുകയാണ്. ഭരത് ഭൂഷൺ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഭരത് ഭൂഷണെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. 15ാമത്തെ 16ാമത്തെ റാങ്കോടുകൂടി IAS ജയിച്ച ആളാണ്. ഇന്റർവ്യൂവിന് 1ാമതായി ജയിച്ച ആളാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഹയസ്റ്റ് മാർക്ക് ഇന്ത്യയിൽ വാങ്ങിച്ച ആളാണ് ഭരത് ഭൂഷൺ. ജയപ്രകാശ് നാരായണൻ മരിച്ചുവെന്ന തെറ്റായ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഏതെങ്കിലും ഒരു സാഹിത്യകാരനെക്കുറിച്ച് വന്നത് അറിയാമോ എന്നാണ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരുന്ന ഭരതനോട് അന്ന് ആദ്യം ചോദിച്ചത്.
അതറിയാമെന്ന് പറയുകയും അത് മാർക്ക് ട്വെയിൻ ആണെന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ദ ന്യൂസ് ഓഫ് മൈ ഡെത്ത് ഈസ് ഹൈലി എക്സാജറേറ്റഡ് എന്നാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞതെന്ന് പറഞ്ഞതോടുകൂടി അവിടുത്തെ ഇന്റർവ്യൂവിൽ ഇരുന്ന ആളുകളൊക്കെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവരുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇയാൾക്കൊരു ചെറിയ ദോഷമുണ്ട്. അതെന്താന്ന് വെച്ചാൽ സ്വന്തം സ്ഥലം കടത്തനാടാണ്. വടക്കൻ വീരഗാഥയുടെ നാട്ടുകാരനാണ്. കടത്തനാട്ടുകാർക്ക് പയറ്റിൽ ജയിക്കുകയോ മരിക്കുകയോ അല്ലാതെ തോൽക്കുകയും ഒളിച്ചോടുകയും ചെയ്യുന്ന പരിപാടിയില്ല. അതിൻ്റെ ഒരു ദോഷം കൊണ്ട് ആരെങ്കിലും ഞാനൊക്കെ ആണെങ്കിൽ വഴിമാറിപ്പോവാൻ പലപ്പോഴും ചുരുക്കമായിട്ടെങ്കിലും ശ്രമിക്കും. തീരെ അണം മുട്ടുമ്പോഴൊക്കെയാണ് തെളിഞ്ഞു കളിക്കുന്നത്. ഇദ്ദേഹത്തിന് ആ പരിപാടിയിൽ ആരാണ് അവിടെ നിന്ന് ചോദിക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അതിന് ഞാൻ പറയാൻ വന്നത്, നിങ്ങളുടെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുകയാണ് IAS-കാരെല്ലാം കുഴപ്പക്കാരാണ്, എല്ലാം ഗുലുമാലുകാരാണ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളതൊന്നും കണ്ട് പേടിക്കണ്ട. സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇപ്പതാ ഇവിടെ ഒരു കുട്ടി അനൗൺസ് ചെയ്യാൻ പോയില്ലേ ആദ്യം, അതാണ് അതിൻ്റെ ഒരു തെളിവ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ മൈക്ക് പോയെന്നിരിക്കും. ആ കുട്ടി ടിപ്പിക്കൽ IAS മെറ്റീരിയലാണ്. അത് മൈക്ക് പോയിട്ട് നിർത്തിയില്ല, സ്വന്തം ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു. അതാണ് സിവിൽ സർവീസ്. എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരുപോലെ നേരെയായി കിട്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാം. അതിപ്പോൾ ഒരു റോബോട്ടിനെ വെച്ചാൽ മതി, ഒരു യന്ത്രമനുഷ്യനെ വെച്ചാലും എല്ലാ കാര്യങ്ങളും നേരെയാകുമ്പോൾ നേരെയാവും. ഇടയ്ക്ക് മൈക്ക് കേടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഉറക്കെ എൻ്റെ ശബ്ദം കേൾപ്പിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകുന്നവരെയാണ് സിവിൽ സർവീസിന് ആവശ്യം. ഇതൊരു പൂമത്തെയാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഇന്നിവിടെ വന്നിട്ടില്ലാത്ത മലയാളികളുടെ കൂട്ടത്തിൽ 1ാം റാങ്ക് കിട്ടിയ നമ്മുടെ അക്കാഡമിയിലെ വിദ്യാർത്ഥി അല്ലാത്ത ഒരു കുട്ടിയുടെ 8ാം റാങ്ക് കിട്ടിയ ആളുടെ അച്ഛൻ്റെ പേരും മേൽവിലാസവും പത്രത്തിലെ വാർത്തയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത് പിൻകോഡ് ഇന്റർനെറ്റിൽ നിന്ന് കണ്ടുപിടിച്ച് ഞാനൊരു എഴുത്തയച്ചു. മറുപടി ഇതുവരെ കിട്ടിയില്ല. അത് പല കാരണം കൊണ്ടാവാം. എല്ലാ ആളുകളും എന്നെപ്പോലെ എല്ലാ എഴുത്തിനും മറുപടി അയക്കണമെന്നില്ല. പിന്നെ ഞാൻ കാർഡിൽ എഴുതുന്ന ആളാണ്. ഒരു കാർഡിൽ ഒതുക്കാവുന്ന കാര്യമേ ഉള്ളെങ്കിൽ കാർഡിലേ എഴുതാറുള്ളൂ. ഇന്ത്യയിലെ പോസ്റ്റ് കാർഡ് സംവിധാനം ഒരു വലിയ അത്ഭുതമാണ്. നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടോ? 50 പൈസ കൊണ്ട് വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ തെക്ക് പടിഞ്ഞാറ് ദക്ഷിണ ധ്രുവം വരെ പോകാം. അറിയാമോ അതിൻ്റെ കാര്യം? ദക്ഷിണ ധ്രുവം, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് ഒരു പോസ്റ്റ് ഓഫീസ് ഉള്ളത് ദക്ഷിണ ധ്രുവത്തിലാണ്, ഗംഗോത്രി, ദക്ഷിണ ഗംഗോത്രി. അവിടെ വരെ 50 പൈസയ്ക്ക് എഴുത്തയക്കാം. പോസ്റ്റ്മാൻമാർക്ക് അതിനൊരു വിലയില്ലാത്തത് കൊണ്ട് ഡെലിവറി ചിലപ്പോൾ 10ാം മാസത്തിന് പകരം 11ാം മാസമായി പോകും. അപ്പോൾ എഴുത്ത് കിട്ടാത്തതായിരിക്കാം. പക്ഷെ എഴുത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ IAS കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കാണും. ഇനി അങ്ങോട്ടാണ് ഇതിനേക്കാൾ കൂടുതലായി നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഇന്നലെ ദിവ്യയുടെ മാതാപിതാക്കന്മാരും ദിവ്യയും എന്നെ കാണാൻ വന്നപ്പോൾ അവരോട് ഞാനിത് തന്നെ പറഞ്ഞു. ഇനിയാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ കവചം കൂടുതൽ ആവശ്യമായുള്ളത്. ഒരു ഘോര കാന്താരത്തിൽ കൂടെയുള്ള ഏകാന്ത പഥികന്റെ വിഹുലതകളും വിഭ്രമങ്ങളും മാത്രം കൂട്ടിനുള്ള ഒരു ഒറ്റപ്പെട്ട യാത്രികന്റെ ജീവിതമാണ് IAS-കാരൻ്റെ ജീവിതം. ആരോടും പരാതി പറയാൻ പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല. ചില ആളുകൾ, പലതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ചില ആളുകൾ വീട്ടിലെ പ്രശ്നങ്ങൾ ചെന്ന് ഭാര്യമാരെ എടുത്തെന്ന് പറഞ്ഞ് അവരുടെ സമാധാനം കൂടെ കെടുത്തും. ഞാനത് ചെയ്തിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറുന്നിടത്ത് ഒരാണി തൂക്കിയിരുന്നു. ആഫീസിലെ സകല പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായി. ഇപ്പോൾ ആളിലൊക്കെ മറന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. സകല പ്രശ്നങ്ങളും ആഫീസിൽ നിന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങിയാൽ ആ കോളിംഗ് ബെല്ലിൻ്റെ മുകളിലുള്ള അദൃശ്യമായ ആണിയിൽ എൻ്റെ സകല ഭാരങ്ങളും തൂക്കിയിട്ടിട്ട് മനോരമയിലെ അടുത്ത വാരാന്ത്യ പതിപ്പിലെ ഫലിത ബിന്ദുക്കളിൽ അടിക്കാവുന്ന കഥകളുമായിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിക്കൊണ്ടിരുന്നത്. അതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടിനാരും കാണുകയില്ല. നിങ്ങളും ഈശ്വരനും 10-38 വർഷം, എന്നെപ്പോലെ 40 വർഷം സർവീസിൽ തുടർന്ന് കഴിഞ്ഞിട്ട് ഒടുവിൽ ശേഷിപ്പിക്കുന്ന അടയാളങ്ങളാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തി. അതിനിടയ്ക്ക് ആരോപണങ്ങളുണ്ടാകും. മതികെട്ടാൻ മലയിൽ കുടിയിറക്കാൻ പോകുമ്പോൾ പ്രശംസിക്കുന്ന രാഷ്ട്രീയ നേതാവ് തന്നെ പാറ്റൂരിൽ പൈപ്പ് മാറ്റാൻ പോകുമ്പോൾ എതിർത്തുവെന്നും വരാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആവശ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഇതിനൊന്നും കൊടുക്കണ്ട.
ഭരത്ഭൂഷൺ സ്വല്പം ക്ഷീണിതനായിട്ട് കാണുന്നുണ്ട്. ഒരാവശ്യവുമില്ല. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സർവശക്തനായ ദൈവം മുകളിലുണ്ട്. എനിക്ക് മക്കളോടൊരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ 40 വർഷക്കാലത്തെ സിവിൽ സർവീസ് ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു 10-30 വർഷക്കാലം കളക്ടറായതിനു ശേഷം മുതൽ ഒരു ദിവസം പോലും എൻ്റെ കസേരയിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാതെയും അറിയാതൊരു അബദ്ധത്തിൽ വീഴാതെയും ഇന്നത്തെ ദിവസം എന്നെ കാത്തുകൊള്ളണമേ സർവശക്ത എന്ന് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല. എനിക്ക് പരീക്ഷ ജയിച്ച കുട്ടികളോടും അത് തന്നെയാണ് പറയാനുള്ളത്. ഈശ്വരനാണ് നിങ്ങൾക്ക് താങ്ങ്. ഈശ്വരൻ മാത്രമാണ് താങ്ങ്. ഈശ്വരൻ ഉണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെയും ഭയപ്പെടേണ്ട. ഒരു ഈശ്വരൻ ഇല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കും നിങ്ങളെ സഹായിക്കാനും ഒക്കില്ല. അതുകൊണ്ട് ഈശ്വരനിൽ ആശ്രയിക്കുക. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നല്ല കസേരകൾ കിട്ടണമെന്നില്ല. 40 വർഷം കൊണ്ട് 35 കസേരയിൽ ഇരുന്നയാളാണ് ഞാൻ. അതൊക്കെ ഇവരുടെയൊക്കെ സ്നേഹം കൊണ്ടാണ്. ചില കസേരകൾ ചിലത് കുപ്പത്തൊട്ടികളായിരിക്കും, ചിലത് സിംഹാസനങ്ങളായിരിക്കും. ചില കുപ്പത്തൊട്ടികൾ നമ്മൾ തിരിച്ചു പോരുമ്പോഴും കുപ്പത്തൊട്ടികളായി തുടരും. ചില കുപ്പത്തൊട്ടികളെ നമ്മൾ സിംഹാസനങ്ങളാക്കി മാറ്റും. ഇവിടെ KS മേനോൻ എന്നൊരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ. ഞങ്ങൾ സബ് കളക്ടർ പരിശീലനത്തിന് വരുന്ന കാലത്ത് റവന്യൂ ബോർഡ് മെമ്പറായിരുന്നു. അന്ന് അദ്ദേഹം വലിയ വലിയ സായിപ്പായിരുന്നു, തൊപ്പിയൊക്കെ വെച്ച്. മലയാറ്റൂർ രാമകൃഷ്ണൻ അദ്ദേഹത്തെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. മണി 10 അടിക്കുമ്പോൾ കോട്ട് സൂട്ട് കൊപ്പിയുമായി ആപ്പീസിലെത്തും KS മേനോനെ പണ്ട് പേര് ശുപ്പു എന്നല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് മലയാറ്റൂർ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങളെ റോഡിൽ ആരും മുണ്ടെടുത്ത് കാണാൻ പാടില്ല. ഇതൊരു വലിയ അപകടമായിട്ടാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത്. ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ടായിരിക്കും. IAS ആരും മുണ്ടെടുത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ കാലമാണ് 1964. പാൻസ് ഇട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അതങ്ങനൊരു കാലം, ഇതിങ്ങനൊരു കാലം. ഈ KS മേനോനെ വിമോചന സമരം കഴിഞ്ഞ് വന്ന് ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഒതുക്കി. അദ്ദേഹം വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു മുണ്ടശ്ശേരിയുടെ കൂടെ. PK നമ്പ്യാർ പോയി കഴിഞ്ഞ് അദ്ദേഹമായിരുന്നു ആയത്. താണുപിള്ള സാറ് വന്നപ്പോൾ പറഞ്ഞു മേനോനെ തട്ടാൻ പറഞ്ഞു. KS മേനോനെ കൺട്രോളർ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്കി മാറ്റി. അന്ന് അത് ഒരു തഹസിൽദാരുടെയോ ഡെപ്യൂട്ടി കളക്ടറുടെയോ കസേരയായിരുന്നു. KS മേനോൻ അവിടെ പോയി ആ 3-4 കൊല്ലം ശങ്കർ മന്ത്രിസഭ താഴെ പോകുന്നവരെയുള്ള 3-4 കൊല്ലം അവിടെ ഇരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പോന്നപ്പോൾ അത് വേണ്ടി വന്നാൽ കേഡർ പോസ്റ്റ് ആക്കാവുന്ന തരത്തിൽ ഒരു വലിയ സാമ്രാജ്യം അവിടെ കെട്ടിപ്പടുത്ത് ലീഗൽ മെട്രോളജി നാം അറിയപ്പെടുന്ന വകുപ്പിന് രൂപവും ഭാവവും ഉണ്ടാക്കി കൊടുത്തത് ഈ KS മേനോനെ ഒതുക്കിയെടുത്തു നിന്നാണ്. കുപ്പത്തൊട്ടിയിലേക്ക് തട്ടിയപ്പോൾ അദ്ദേഹം അതിനെ സിംഹാസനമാക്കി മാറ്റി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് എന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളണം. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആർ ശങ്കർ പറഞ്ഞതും ഞാൻ അനേക പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതുമായൊരു സംഗതിയാണ്. ഒരു കസേരയും എന്നെക്കാൾ വലുതല്ല എന്നുള്ള അഹങ്കാരമാണ് ഒരു IAS വേണ്ടത്. ഒരു കസേരയും എന്നേക്കാൾ വലുതല്ല എന്നുള്ള അഹങ്കാരത്തോളം പോകുന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് കൂട്ടായിരിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ കൈകളിൽ കറപുരളാൻ ഇടയാകരുത്. ഒരു കസേരയോടും അമിതമായ അഭിനിവേശം ഉണ്ടാകാതെയും ഒരു കാരണവശാലും നിങ്ങളുടെ കൈ കളങ്കഭംഗിലമാകാതെയും സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഈശ്വരൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും. സിവിൽ സർവീസ് അക്കാഡമി നിങ്ങളെ ഓർത്ത് ഭാവിയിലും അഭിമാനിക്കാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്ന് കാണുന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരൻ നിങ്ങളോടുകൂടി ഉണ്ടാവും. നിങ്ങൾ ചിലരൊക്കെ അടുത്ത വർഷം വീണ്ടും IAS ഇവിടെ വരുമെന്ന് എനിക്കറിയാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിവിൽ സർവീസ് അക്കാഡമിയുടെ ഈ മേന്മയും തൂവലുകളും ഒക്കെ ഞാൻ ഏറ്റുവാങ്ങുന്നുവെങ്കിലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് നൗഫലിൻ്റെ സഹപ്രവർത്തകരുമാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്നെയല്ല അവരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ ഞാൻ അവരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഷാഫിയെ പോലെയുള്ള പൊതുപ്രവർത്തകർ, ഷാഫി IAS പക്ഷേ ഷാഫിയാണ് ഞാൻ ആദ്യമായി ജീൻസ് ഇട്ട് കണ്ട കോൺഗ്രസ് MLA. അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ്.
ജീൻസ് ഇട്ടാലും വോട്ട് കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ട്. അന്ന് അദ്ദേഹം പാലക്കാട്ട് ഈ പരിപാടി പറഞ്ഞു, ഞാൻ ഓർത്തില്ല നടക്കുമെന്ന്. പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തത്. അപ്പം അങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷാഫിയുടെയും ജ്യേഷ്ഠനായ വിഷ്ണുനാഥ് ഇപ്പോൾ ചെങ്ങന്നൂര് ഇത് തുടങ്ങിയാലെങ്ങനെ? ചെങ്ങന്നൂര് ശക്തിഭദ്രൻ മുതലുള്ള മലയാള കേരള ചരിത്രത്തിൻ്റെ ഉജ്ജ്വലങ്ങളായ ഒരുപാട് കഥകളുണ്ടാക്കിയ ആളുകളുടെ നാടാണ് ചെങ്ങന്നൂര്. അപ്പോൾ അതുകൊണ്ട് ചെങ്ങന്നൂരിൽ വരുന്നു, മൂവാറ്റുപുഴയിൽ വാഴയ്ക്കൻ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്താൽ പാലക്കാട്ട് കേൾക്കുന്നു. ഇതെല്ലാം ഈ നൗഫൽ എന്ന ചെറുപ്പക്കാരൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്ന് ഇപ്പോൾ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മുമ്പിലത്തെ വർഷമാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ കുട്ടികൾ മറുപടി പറയാൻ വന്നപ്പോൾ ഈ കാലിന് ചുറ്റും തയ്യൽക്കാരൻ ഓടി നടന്ന് തയ്ച്ചതുപോലെ ഇറുകിക്കിടക്കുന്ന ഒരു ജീൻസുമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ മറുപടി പറയാൻ വന്നത്. 2 കൊല്ലമായി. അയാൾ നിന്നിട്ട് തയ്യൽക്കാരൻ ചുറ്റും നടന്ന് തയ്ച്ചതുപോലെ ഇറുക്കമാണ്. അപ്പം ഞാൻ അടുത്തിരുന്ന അന്നത്തെ മന്ത്രിയോട്, ബേബിയാണെന്ന് ഓർക്കുന്നതിന്, ഞാൻ പറഞ്ഞു, ഇവന് IAS കയറിയത് എനിക്ക് മനസ്സിലായി, ഈ ജീൻസിനകത്ത് എങ്ങനെ കയറിയെന്ന് പിടികിട്ടും. ഇന്നിപ്പോൾ എന്തൊക്കെ വേഷങ്ങളാണ് കാണാൻ പോണെന്ന് അതാ ചിത്രമൊക്കെ നാളെ വലിയ കണ്ടാൽ പറയുമോ ഡോക്ടറാണെന്ന്. ഞാനാണ് ഇടുക്കിയുടെ ആദ്യത്തെ കളക്ടർ. അവിടെ ജനങ്ങൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കട്ടപ്പനയിൽ വലിയ സ്വീകരണം കൊടുത്തു. IAS കിട്ടിയ വീട്ടുകാർക്ക് മാത്രമല്ല, ആ നാട്ടിലെ ആളുകൾക്ക് സന്തോഷമാണ്. ഞങ്ങളുടെ ഡോക്ടർക്ക് IAS. നിങ്ങൾ ഓരോരുത്തരിലും ഈ സമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കസേരയിലും പ്രത്യേകമായി അഭിരമിക്കാതെ, കൈകൾ കളങ്കഭംഗലമാകാൻ ഒരിക്കലും അനുവദിക്കാതെ, ഈശ്വരനിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ മുൻപിൽ വഴികാട്ടിയായി, പുറകിൽ കാവൽക്കാരനായി, മുകളിൽ അനുഗ്രഹിക്കുന്നവനായി, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തൂപമായി ഈശ്വരൻ നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രായത്തിൻ്റെ അവകാശം കൊണ്ട് ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.